ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഡേ 11 വീട്ടിൽ പോകട്ടാ. സമയം 10 മണിയാവുന്നു. നല്ല ലേറ്റായിട്ട് പോയതുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ 10 മണിക്കാട്ടോ ഡ്യൂട്ടി. അനുസരിച്ച് ഓരോ ദിവസം ഇങ്ങനെ ടൈം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ജലദോഷം വരുന്നുണ്ട് തോന്നുന്നു. കഫം കേട്ടും കിടപ്പൊക്കെ സൗണ്ടിന് കുറച്ച് മാറ്റങ്ങൾ കിട്ടും. അത് ഇലക്ട്രിക്കൽ വണ്ടി കേട്ടത്. അത് ചാർജ് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് തള്ളി കൊണ്ടുപോകുന്നത്. അതിനൊരു എത്ര കിലോമീറ്റർ ഒന്നുണ്ട്, എത്ര ഓടുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ തള്ളേണ്ടി വരുന്നു പോലെ. ഹെൽമെറ്റ് ഫോർ ദ സേഫ്റ്റി നല്ലതാട്ടാ യൂസ് ചെയ്യുന്നത്. ഈ അജ്മാലിനും ഷാർജയിലൊന്നും വലിയ പ്രശ്നമില്ല അതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ. സർവീസ് റോഡ് ഇട്ടാ, അല്ലാത്ത റോഡിലൂടെയൊക്കെ അത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോലീസ് എൻ്റെ പിടിക്കും, ഫൈൻ ഇട്ട്. ഇവിടെ എല്ലാവരുടെ കയ്യിലുണ്ട് ഈ സാധനം കേട്ടോ. വണ്ടി ട്രാഫിക്കിൽ ഇടിച്ചിട്ടാ, കാറും ഇടിച്ചുണ്ടായി ട്രാഫിക്കിൽ. ഇതിന് പിന്നെ പോയിട്ട് ഇടിച്ചു. ഇതെന്താ സിഗ്നല് നോക്കാതെ ക്രോസ് ചെയ്ത ആൾ ഓടി. നോക്കാം, ഉണ്ടമ്പൊരിയുണ്ട്. ഡോറ് ഇതൊക്കെ പുറത്തേക്ക് വന്നു. സിഗ്നലിൽ കറക്റ്റ് വണ്ടി വരെ നിർത്തും, പക്ഷെ അത് നോക്കണായിട്ട് മുന്നേ അയാൾ കടന്നു ഓടിയായി അതിൻ്റെ ഉള്ളിൽ. അതിന് പിന്നെ പോയിട്ട് അടിച്ചു തന്നു. ബ്രേക്കായിട്ടാ. സമയം ഏകദേശം 11:45. ഇപ്പോഴാണ് ബ്രേക്കിന് ഇറങ്ങുന്നത്. എന്തായാലും കിട്ടണമാവോ. സമയം ഉച്ച ടൈമായി, ചോറ് കഴിക്കുന്ന ടൈമായി. ഇപ്പോഴാണ് ഞാൻ ചായ പിടിക്കാൻ പോകുന്നേട്ടാ. കിട്ടായിരിക്കും എന്തെങ്കിലും. പോയേക്കാ. കഴിക്കാനുണ്ടോ എന്തെങ്കിലും? ബീർക്ക എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഇല്ലട്ടോ, എല്ലാം കഴിഞ്ഞ്. പക്ഷെ പൊട്ടുണ്ട്, പൊറോട്ട ഉണ്ട്, അത് കഴിക്കാം പറഞ്ഞിട്ടുണ്ട്. ആകെ ചോറ് കഴിക്കാനായി. കൊള്ളാല്ലേ. ബീഫ് കറി, പുട്ടും പൊറോട്ട. എന്നാലോ എന്നിട്ട് ബാക്കി പരിപാടി. ബ്രേക്ക് കഴിഞ്ഞിട്ടാ. ഇനി തിരിച്ച് അകത്തേക്ക് കയറാം. ഇത് കൊക്കക്കോളയുടെ ടീം തോന്നിട്ടാ റിസീവ് ചെയ്യാൻ വേണ്ടി വന്നാൽ. സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. ഒരുപാട് വണ്ടികൾ വരും സ്റ്റോക്ക് ചെയ്യുന്നതിനനുസരിച്ച്. ഉച്ച ഷിഫ്റ്റായി. ഇനി നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് ഞാൻ ഈ സെയിം കാര്യം തന്നെ പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ. ഇതാണ് എന്നും നടക്കുന്ന ലൈഫ് കേട്ടാ. വേറെ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് കാണിക്കാനില്ല. കാണിക്കാൻ എന്താ ഉള്ളത്? ഓഫ് ഡേ കിട്ടുമ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. നമ്മളെ സ്റ്റാഫാട്ടാ, ക്യാഷ്യറാണ്. അങ്ങനെ എന്താ പറയുക, ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്, ഒന്നും പറയാനില്ല. ഇതൊക്കെ തന്നെ പോവാ വരിക. ചിലപ്പോൾ രാവിലെ വരുന്ന ഷിഫ്റ്റ് കാണിക്കും, ചിലപ്പോൾ ഉച്ചക്ക് വരുന്ന ഷിഫ്റ്റ് കാണിക്കും, ചിലപ്പോൾ അങ്ങനെ ഓരോന്ന് കാണിച്ച് പോവന്നെ. അത് അടിയിലുള്ള ബക്കാലേട്ടാ, ചെറിയൊരു മാർക്കറ്റാണ്. ഇവിടെ സോപ്പും കൂടി വാങ്ങാനുണ്ട്. സോപ്പും പൊടി 1 ദിർഹംസാണ് ഇതിൻ്റെ വില. വാഷ് ഏരിയയിലൊന്നുണ്ട്, അത് എടുക്കാം. സോസൊക്കെ 4 ഉണ്ട്. വാശിയാണ്. കോളം നിലെടുക്കണം, വെയിലത്തൊന്നല്ലേ. അടുത്ത ഷിഫ്റ്റ് ആയിട്ടാണ്. നേരെ ഡ്യൂട്ടി. ഇന്ന് 6 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി. സമയം 6 മണി ആവുന്നു. നല്ലൊരു ഉറക്കം തന്നെ ഉറങ്ങി. കണ്ണൊന്നും ശരിക്കും കിട്ടാവുന്നില്ല. ഒരു അന്തപ്പാണ്, മന്തപ്പ് പോലെ നിൽക്കുന്നത്. പെട്ടെന്ന് നീറ്റപ്പോ കണ്ണൊക്കെ ഉണ്ടാ. ഇത് ഈ ബാഗിൽ എന്താണെന്നറിയോ? ചോദിക്കും വെറുതെ എന്തിനാ ബാഗ് നോക്കിയാൽ. ഈ ബാഗിൽ ഒന്നുമില്ല. എൻ്റെ പേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ഫോണും കൂടി ഉണ്ട്. നല്ലൊരു ചില്ലറകൾ എടുക്കുന്നുണ്ടാവും. ഇന്ന് സാലറി വരെയായിരിക്കും കേട്ടോ മാക്സിമം. ഇന്ന് 3-ാം തീയതി അല്ല. ഇന്ന് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നാളെ. നമ്മൾ മുന്നേ കിട്ടണം. അത് കാര്യങ്ങൾ നടക്കണം. അല്ലെങ്കിൽ എനിക്ക് പൈസ ഇല്ല. ഏതാ വണ്ടി നോക്കാം.
ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സെക്കൻഡ് ഹാൻഡിന് നല്ല വില കേട്ടോ. ഇവിടെ അത്ര വില ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ കുറവാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വണ്ടി ഇട്ടിട്ട് അവിടെ പാർക്കിങ്ങിൻ്റെ പൈസ അവിടെ കൊടുക്കണം. ഇവിടെ ഏത് സ്ഥലത്തും വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. റോഡിൻ്റെ പാർക്കിംഗ് ഫീ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ മൊബൈൽ ചെയ്യണം, അതല്ലെങ്കിൽ ഇതുപോലെ പാർക്കിങ്ങിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടാവും, അതിൽ പൈസ ഇടണം. 1 തരം. ഇവിടെ എല്ലായിടത്തും അങ്ങനെയുണ്ട്. ചില റോഡിലൊക്കെ ഫ്രീ ആണ്, ഒരുപാട് സ്ഥലത്തും പേ ചെയ്യണം കേട്ടോ. കണ്ട ഈ ലൈനിലൊക്കെ ഇടങ്ങി പൈസ കൊടുക്കണം, അല്ലാതെ നടക്കൂല. എത്ര മണിക്കൂറാണ്? 1 മണിക്കൂറാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും പൈസ അടക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കണക്ക് വരുന്നത്. പോണ വഴിക്ക് ചായ പിടിക്കാൻ കയറിയിട്ടാണ് ഒരു സമൂസ, ഒരു ഫ്രഷ് സമൂസ കുറച്ച് ഞാൻ കഴിച്ചു, കുഴപ്പമില്ല. അടിക്കുന്നുണ്ടാവും. സ്പൈസി നോർമൽ ഷവർമ ഗൈസ്. ഷോപ്പെത്തിയിട്ടാ. അപ്പം ഇനി രാത്രി കയറാൻ ടൈമായി. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാ. സമയം ഏകദേശം 1 മണി രാത്രി. നാട്ടിലെ ഏകദേശം 2:30 ആയിട്ടുണ്ടാവും. ഇനി സീതാ മൈ റൂം. എനിക്ക് ഹിന്ദി ഒന്നും വലിയ വശമൊന്നുമില്ല, പക്ഷെ എന്നാലും ഞാൻ ഹിന്ദി സംസാരിക്കും. ഒന്നും പറയാറിണ്ടായിരുന്നില്ല ഹിന്ദി. സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഹിന്ദിയൊക്കെ എന്ത് പറയും, എഴുതാനും വായിക്കാനൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. എന്നാലും ഹിന്ദി എക്സാംസിലൊക്കെ ഞാൻ പാസ്സായിരുന്നു. ഇവിടെ വന്നപ്പോൾ വേറെ ഹിന്ദിയൊക്കെ ക്യാച്ച് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. മനസ്സിലാവും. ചില വേർഡ് പറയാൻ കുറച്ച് മിസ്സിക്കുന്നു. പിന്നീട് കണ്ട പോലീസ് കൊളാക്കുന്ന. ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം.